വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൽ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസ്ഥിര ചക്രത്തിൽ അത്ഭുത വീരമായി നിന്നതാണഗ്നി നീ. നമ്മുടെ ഡേവിസേന്റെ മോള് റേക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമം എന്താ ചെയ്യാ? ആര് പറഞ്ഞു? അവള് തന്നെ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരാഴ്ച ഭയങ്കര കമ്പനിയാണല്ലോ. 5-6 കൊല്ലായി ഞാൻ ഡേവിസാന്റെ ഒപ്പം പണിക്കിറങ്ങും. ഇതുവരെ ആ പെണ്ണ് എന്റെ മുഖത്ത് പോലും നോക്കണേ ഞാൻ കണ്ടിട്ടില്ല. അവളെന്നല്ല, ഒരു പെണ്ണ് എന്റെ മുഖത്ത് ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ ആരോടൊട്ട് മനസ്സ് പറഞ്ഞു സംസാരിച്ചിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈമില്ല സേവിയറെ. അതോട് സാറിന് ഈ സാധനം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകത്തെ പോപ്പുലേഷൻ ഡബിൾ ഇരട്ടിയായിട്ട് കൂടിയേനെ. ഇതിപ്പോ ഈ വകയിൽ കുറെ എണ്ണം ചത്തോളൂ. കറണ്ട് വന്നിട്ട് ഒരു നേരം പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ തെളിഞ്ഞിട്ടില്ല. എവിടെ ഞാൻ പോയി പേടിക്കണ്ട, ഇത് ഞാനാ. നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ചേ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റും. ഞാൻ പോയി നോക്കട്ടെ. എങ്കിലും എന്നെ ഒറ്റക്കായി പോകല്ലേ. ഒത്തു പോലെ വളർന്നല്ലോ ശവം. അയ്യോ, അത് ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചതാ. മൂത്രമൊഴിച്ച് നാശായി. കണ്ടോ? അവരോടെ പനി പിടിച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ എന്താ സംഭവം ഉണ്ടായേ? അതൊക്കെ ഉണ്ടായി. അവനെല്ലാം കാണാൻ വഴിയുണ്ടോ? അവൻ നിന്നെ കണ്ടാ വിട്ടുവെന്നും പറഞ്ഞാ നടക്കണേ. നീ അവൻ്റെ അടുത്തേക്കൊന്നും പോണ്ട. ഒതുക്കി തീർക്കാൻ നല്ല വഴിയുണ്ടോ? അതൊന്നും നടക്കൂല. ഒതുക്കി തീർക്കാനൊന്നുമില്ല. ഇപ്പോഴോ?
ആ അതിലും പരിഹാരം ഇല്ലാത്തൊരു പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിലും എനിക്ക് ഇപ്പോഴാണ് നിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായത്. നീ ഇത് കുറച്ച് വീട്ടിക്കൊണ്ടോ. നിന്റെ കൊലക്കുടി ഒന്ന് നിർത്തുവോ? ഇനി കുറച്ച് കൊടുത്തുവിടാനുള്ളത്. പോയാടാ യാവങ്ങൾ തോറും ശിവരൂപം തുതിരുവോളം. എത്ര പാട്. ഇതാരെയും കറണ്ടിലിട്ടോ അങ്ങനെ ആരാണ് എന്റെ മുമ്പിട്ടോടാ. ഒരു മിനിറ്റാ എന്താ അടിച്ചിരുന്നിട്ട് നന്നായിട്ടാ. Yes, come in. എന്താ പ്രശ്നം? എന്താന്നറിയില്ല, 2 ദിവസമായിട്ട് എന്തോ അസാധാരണമായിട്ട് സംഭവിക്കുന്നത്. എന്റെ തോന്നലാണോ അതോ വെള്ളമടിച്ച് പറ്റായതുകൊണ്ടോ എന്താന്നറിയില്ല. കുടി മാത്രമാണോ? വലിയുണ്ടോ? ഇല്ലാത്തതായിട്ട് ഒരു ദുശീലമാണ് ഡോക്ടർ. എനിക്കൊരു സംശയമുണ്ട്. 40 ദിവസത്തിന് ശേഷം ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളമടിച്ചു. ഇനി അതിന്റെ കാര്യം കുഴപ്പമാണോ? ചിലപ്പോ അതിന്റെ ആയിരിക്കും. 40 ദിവസം മദ്യപിക്കാതിരുന്നിട്ട് പെട്ടെന്ന് മദ്യപിക്കുമ്പോൾ ബോഡി ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാവാം. സോ മദ്യപാനം നിർത്തണം. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതിവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ചോദിക്കാം, എന്തിനാ 40 ദിവസം മദ്യപിക്കാതിരുന്നത്? എന്റെ അപ്പം മരിച്ചതിന്റെ പെലയായിരുന്നു. ഓ, എന്ത് പറ്റിയതായിരുന്നു?
അപ്പന് ഇല്ലാത്ത അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ലിവർ സിറോസിസ് മുതൽ ക്യാൻസർ വരെ ഉണ്ട്. അപ്പൊ മദ്യപാനം മാത്രമല്ല പുകവലിയും ഉണ്ടായിരുന്നല്ലേ? സിഗരറ്റ് കുപ്പി അപ്പൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം കുടിയനായതിന് വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നു. നഷ്ടപ്പെടേണ്ട വേദനയാണ് അപ്പനെ മുഴുവൻ കുടിയനായിരുന്നു. 5-ാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അപ്പൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പനറിയായിരുന്നു അപ്പൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അപ്പൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ച് ഈ വഴി പോകരുത്. അപ്പനും ഞാനും എന്നും വഴക്കായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ പോലും അങ്ങേർക്ക് ഞാൻ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനും അപ്പനെ പോലെ തന്നെ. അപ്പൻ അറിയാതെയായിരുന്നു എന്റെ വെള്ളാടിയും വലിയൊക്കെ ഒരു ഒളിച്ചുകളിയുടെ രസമായിരുന്നു. ഇപ്പൊ അപ്പന്റെ വേദന ഞാനും മനസ്സിലാക്കുന്നു. ഇനിയിപ്പോ അപ്പൻ അവസാനിച്ച പോലെ ഞാനും അവസാനിക്കും. ആകെ തടയിടാനുണ്ടായിരുന്നു അപ്പനും പോയി. എന്റെ അപ്പം പോയിട്ടില്ല. ഞാൻ ഇവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. വാ ചായ കുടിക്കാം. ഇരിക്കി. എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതെന്റെ അപ്പനാണ്. അപ്പന് നൽകിയ സത്യം പാലിക്കാത്ത മകനെ നേർവഴിക്ക് നടത്താതെ അപ്പനെ ഇവിടെ വിട്ടു പോയില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഭയമാണ് എല്ലാത്തിന്റെയും സത്യം. കുരിശിറക്കണോ? മനസ്സിലായി. അതിനെന്നെ ദൈവത്തിനാണ്, എൻ്റെ മരിച്ചുപോയ അമ്മച്ചിയാണ്, അപ്പനാണ്. ഇനി ഞാൻ യാതൊരുവിധ ലഹരി വസ്തുക്കളും കഴിഞ്ഞിട്ട് പോകുന്നത്. ഓ, വിശ്വാസമായി കാണില്ല. എൻ്റെ ജീവിതത്തിൽ സത്യങ്ങൾ തെറ്റിക്കാനുള്ളതാണല്ലോ. ഹലോ, പറഞ്ഞോ. ഞാനിവിടെ അപ്പനായിട്ടൊന്ന് സംസാരിക്കാൻ പോണേ. ഞാൻ വിളിച്ചോളാം. സ്റ്റോറി പറയണോ നന്ദി പറയണം? അപ്പൻ്റെ യുക്തിക്ക് അനുസരിച്ച് ചെവിക്കൊള്ളു. എന്താ ഇവനെ നിന്റെ കല്യാണം പിടിച്ചു കേട്ടു? അറിയാം. ഏത് നമ്മുടെ ഡേവിസന്റെ പടോ? അപ്പൻ ചേർത്ത് വെച്ചിട്ടുണ്ടോ? അതിലും നന്നായി. നിന്റെ അപ്പൻ ഒറ്റപ്പെട്ട വേദന ശരിക്കും അനുഭവിച്ചാളാ. അത് തന്നെയാ അദ്ദേഹത്തെ പുകവലിക്ക് മദ്യപാനം അടിമയാക്കിയത്. ഏതായാലും നിനക്കാ ഗതിവരായിരിക്കാൻ സ്നേഹിക്കേണ്ട ആളെ ചേർത്ത് വെച്ചിട്ടാലോ അപ്പം പോയത്.
ഇനി അപ്പനമ്മയെ ഭജിച്ചാലോ സന്തോഷത്തോടെ ജയിക്കും. നിന്റെ വീട്ടിലെന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. നാളെ പീറ്റർ അച്ഛനെ വിളിച്ച് വീടിന് വെഞ്ചരിച്ചാലോ? അത് പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല, നല്ല കാര്യങ്ങൾ. എന്നെ പുതിയ ജീവിതത്തിലേക്ക് അയച്ച നല്ല കാര്യങ്ങളായിട്ട്. നന്നായി വരട്ടെ. ഇരുളിൽ നിന്നും ഇരുളിലേക്കും സ്വയം അരുവിൽ നിന്നും അരുവിലേക്കും പല യുഗമായി കടന്നു ചുറ്റിത്തിരിഞ്ഞലയും മനസ്സിനു ദുരന്തദാഹം